نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ചരിത്രത്തിലില്ലാത്തൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഇങ്ങനത്തെ ഒരു ഏറ്റവും പ്രയാസമായ ഈ ഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, ഇന്ത്യൻ മുസ്ലിങ്ങളെ നീ സഹായിക്കണേ അള്ളാഹുവെ. ഞങ്ങളെ നീ കൈവടിയല്ലേ അള്ളാഹുവെ. ഞങ്ങളെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരണേ റഹ്മാനായ നാഥ. നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ, ഇന്നലെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ എളുമ്മ. എല്ലാവർക്കും മരിച്ചുപോയ, മുസ്ലിമായി മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് മരണത്തെ പറ്റിയായിരുന്നു, മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബ അവസാനിച്ചത് മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അതിൻ്റെ ബാക്കി ഇന്നല്ലദീന കാലു റബ്ബുനല്ലാഹ്. തീർച്ചയായും അവർ പറയും റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുന്നവിടെ അടുക്കൽ അവർ മരിക്കുന്ന നേരത്ത് മലക്കുകൾ വരും. എന്നിട്ട് തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരുടെ മരിക്കുന്ന നേരത്ത് അവരുടെ അടുക്കൽ മലക്ക് വന്നിട്ട്, മലക്കെന്താ പറയാ? മലായികത്തു അല്ലാ തഹാഫു, കൂട്ടരെ നിങ്ങൾ ഭയപ്പെടണ്ട. വലാ തഹ്സനു, നിങ്ങൾ വ്യസനിക്കുകയും വേണ്ട. നിങ്ങൾ ഭയപ്പെടുകയോ വ്യസനിക്കുകയൊന്നും വേണ്ട. വ അബിശ്ശിരു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നമ്മൾ മരിക്കുന്ന നേരത്ത് മലക്കുകൾ നമ്മളോട് പറയാണ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അൽഹംദുലില്ലാഹ്.
കഴിഞ്ഞ പ്രാവശ്യം മറ്റവര് മരിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാ. ഓലെങ്ങനെയാ മലക്കുകൾ മരിപ്പിക്കുന്നത്. ഇവിടെ മലക്കുകൾ നമ്മോട് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വ്യസനിക്കൊന്നും വേണ്ട, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. പിന്നെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ പറ്റി സന്തോഷിച്ചു കൊണ്ട് മരിച്ചോ. ഇത് കേട്ടുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. പക്ഷെ അടുത്തു നിന്നിട്ട് പലരും കരയുന്നുണ്ട്, പലരും കരിയാണ്, പൊട്ടിക്കരിയാണ് നമ്മൾ മരിക്കുന്ന കണ്ടിട്ട്. അവരോട് നിങ്ങൾ കരയല്ല, എനിക്ക് മലക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, സന്തോഷിച്ചോ, സ്വർഗത്തിലേക്ക് അഞ്ഞു പോന്ന് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നവരോട് പറയാനുള്ള ഒരു ചാൻസ് ഇല്ല, നാവൊന്നുമില്ല. അവസാനം വിട്ടുപിരിയാണ്. എന്നിട്ട് മാത്രമല്ല, മലക്കുകൾ പറയുന്ന ഒരു വർത്താനുണ്ട്, ഞാനു ഔലിയാക്കും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാവുക്കും, നിങ്ങളുടെ ഔലിയാക്കളായിരുന്നു. എപ്പോ? ഔലിയാക്കും ഫിൽ ഹയാത്തി ദുനിയ, ഇതുവരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവരെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ കാണാത്തോണ്ടാ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഫിൽ ഹയാത്തി ദുനിയ. പിന്നെ വഫിൽ ആഖിറത്തി, ഇവിടെ മാത്രമല്ല, ഞങ്ങൾ പരലോകത്തും ഉണ്ടാകും, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പം നമ്മൾ ഇരിക്കുന്ന നമ്മളുടെ കൂടെ 2 മലക്കുകളുണ്ട്, നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന. നമ്മളെ സഹായിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് അള്ളാഹു അയച്ചു തന്ന 2 മലക്കുകളുണ്ട്. മറ്റുള്ളവർക്കൊന്നും അതില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അവർ പറഞ്ഞെന്താണ്? എൻ്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുന്നവരുടെ കൂടെ ഈ 2 മലക്കുകളുണ്ട്. നമ്മൾ കാണുന്നില്ല. നമ്മളെ അരിയത്തൊക്കെ ഓരോരുത്തരുടെ അടുത്തും മലക്കുകളുണ്ട് സഹായിച്ചു കൊണ്ടിരിക്കാൻ. എന്നിട്ട് മലക്കുകൾ വരെ ഞാള് പരലോകത്തുണ്ട് ഇതുപോലെ സഹായിക്കാൻ. വലക്കും ഫീഹ, നിങ്ങൾക്കവിടെ പരലോകത്ത് സ്വർഗത്തിൽ, വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. അൽഹംദുലില്ലാഹ്, നഊദു ബില്ലാഹ്. നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അതവിടെ കിട്ടും. പിന്നെയോ അൻഫുസക്കും വലക്കും ഫീഹ മാ തദ്ദഹു, നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതവിടെ കിട്ടും. ഈ ഭൂമിയിൽ ഇത് കിട്ടുമോ? നമ്മൾ വിചാരിക്കുന്നൊക്കെ ഭൂമി കിട്ടുമോ? കിട്ടിയവൻ ആരും കൊണ്ടോ? ഭൂമിയിൽ വിചാരിച്ചത് കിട്ടിയവൻ ആരുമില്ല. ചോദിക്കുന്നതൊക്കെ കിട്ടിയാൽ ആരുമില്ല. പക്ഷെ അവിടെ അങ്ങനല്ല, നിങ്ങൾ വിചാരിച്ചാൽ മതി മനസ്സിൽ. ഇത് ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? ഏതെങ്കിലും ഹദീസിൽ ആരും പറഞ്ഞതാ? ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ലക്ഷക്കണക്കിന് ഹദീസ് ഉണ്ട്. അതിൽപ്പെട്ട ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, സത്യമല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്കവിടെയുള്ള ചിന്തിച്ചു നോക്ക്, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അവിടെ കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും. വേറൊന്നുണ്ട്, പരലോകത്ത് സ്വർഗത്തില് കുല്ലമാ രുസിക്കു മിൻഹാ മിൻ സമറത്തിൻ റിസ്കൻ ഖാലു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവിടെ പരലോകത്ത് കുല്ലമാ രുസിക്കു മിൻഹാ മിൻ സമറത്തിൻ റിസ്കൻ ഖാലു. നമ്മള് കല്യാണത്തിനൊക്കെ പോയാല് അവസാനം നമുക്ക് ഫ്രൂട്ട് കിട്ടൂലേ? സ്വർഗത്തിൽ ഫ്രൂട്ട് കൊടുക്കുവാണ് ഇതിൻ്റെയൊക്കെ പുറമെ ഭക്ഷണത്തിന്റെ ശേഷം. അത് കിട്ടിയ സ്വർഗക്കാര്, സ്വർഗാവകാശികൾ ഇത് കൈ കിട്ടി ചോല് പറയുന്ന ഭർത്താനുണ്ട്. ഖുർആൻ പറയാണ്, എന്താ പറയുന്നത്? കാലു ഹാദാ റുസിക്കിനാ മിൻ ഖബ്ലു. ഇതെന്താ ഞങ്ങൾക്ക് തന്ന്? ഞാള് ഭൂമിയിലല്ല. ഭൂമിയിലാണെങ്കിൽ ആ ഈത്തപ്പഴം, ആപ്പിള്, മാങ്ങ, ഓറഞ്ച്, മുന്തിരി, ഇതൊക്കെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ഇത് തന്നയാള്. അതുകൊണ്ട് ഞങ്ങൾ എത്ര കാലമായി കഴിഞ്ഞുകൂടുന്നു, വേറൊന്നും ഞങ്ങൾ തന്നിട്ടില്ലല്ലോ. ഞാൻ സ്വർഗത്തിലല്ലേ.
ഞങ്ങൾക്ക് എന്താ നേരത്തെ തന്നത് തന്നെയാണല്ലോ ഇപ്പം തരുന്നത്? ഞങ്ങൾക്കൊണ്ടാ, ഞങ്ങൾ ഭൂമിയിലൊന്നല്ല, ഞങ്ങൾ സ്വർഗത്തിലാണല്ലേ. ഒരിക്കൽ തന്നത് ഞങ്ങൾക്ക് വേണ്ട. സ്വർഗത്തിൽ ഒരിക്കൽ തന്ന തന്നെയാ പിന്നെയും തരുന്നത്, ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ മറുപടി മുത്തശാബിയാണ്. കൂട്ടരെ, അത് നേരത്തെ തന്നതല്ലത്, ഇത് വേറെയാ. പക്ഷെ കണ്ടിട്ട് സാദൃശ്യമായിട്ട് തോന്നുന്നത് ഞങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, എത്ര കൊല്ലം ഉണ്ടാവും സ്വർഗത്തില്? സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എത്ര കൊല്ലം ഉണ്ടാവും അറിയില്ല. ഖാലിദീന ഫിഹാ, കോടിക്കണക്കിന് കോടാന് വർഷം അവിടെ തന്നെയാ. എന്നും അവിടെയാ. അള്ളാഹിനെ പറ്റി ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്, അള്ളാഹു ഇത്ര മഹാനാണ്, ഇത്ര കഴിവ് അള്ളാഹ്ക്കുണ്ട് എന്ന് ഈ ഒരൊറ്റ ഒരു ഫ്രൂട്ടുമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുവരെ നമുക്ക് മനസ്സിലാക്കില്ല. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ ഈ പ്രപഞ്ചവും സൂര്യൻ ചന്ദ്രനും ഇതൊക്കെ ശ്രദ്ധിച്ച അള്ളാഹു, അതിൻ്റെ അത്രയും അള്ളാഹിന്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയുള്ളത്. ഇപ്പൊ നോക്ക് അള്ളാഹിന്റെ കഴിവ്. കോടാന് വർഷങ്ങൾ നമുക്ക് ഒരു നേരം ഭക്ഷണം തരുന്നതല്ല, അടുത്ത നേരം തരുന്നത്. ഒരു കോടിക്കണക്കിന് മുമ്പ് 1-ാം തീയതി സ്വർഗത്തു നിന്ന് നമുക്ക് തന്നത് പിന്നെ കോടി വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് കിട്ടൂല. പുതിയ നഅൂദുബില്ല. ഈ അള്ളാഹുവിന്റെ മുമ്പിൽ നമിക്കുന്നില്ല നമ്മൾ? ഈ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ലേ? ഇത്ര മഹാനാണെന്ന് ഇപ്പോഴാ നമുക്ക് മനസ്സിലാവുന്നത്. അള്ളാഹുവിന് ഇത്ര കഴിവുണ്ട്. കോടാന് വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്ന് തന്ന ഫ്രൂട്ട് പിന്നെ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും പിന്നെ നമുക്ക് കിട്ടൂല, പുതിയതാ തരുക. അതിന് മാത്രം കഴിവുള്ളവനാണ് അള്ളാഹു. നഅൂദുബില്ല, നിന്റെ മുമ്പിൽ ഞങ്ങൾ ഇതാ നമിക്കുന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോയി. പക്ഷെ ഇവിടെ ഒരു സങ്കടമുണ്ട്, നമ്മൾ ആരും അറിയാത്ത സങ്കടം. ഏതാണത്? നമ്മൾ ആദ്യ ബോധ്യം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ആർക്കാ ഇത് കിട്ടുക? ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ ആർക്കാ കിട്ടുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഒരിക്കാ കിട്ടുക? ഒരിക്കാ ഇത് കിട്ടുക? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്ന് പറയുന്ന എത്രയോ ജനങ്ങളുണ്ട് ഭൂമിയിൽ. ഒരിക്കൊക്കെ ഇത് കിട്ടുക നമ്മളുടെ കൂട്ടത്തിൽ. അങ്ങൊന്നും പോണ്ട, നമ്മുടെ കൂട്ടത്തിൽ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അടുത്തതെന്താണ്? അടുത്തെന്താണ്? സുമ്മസ്തഖാമൂ. എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. സുമ്മസ്തഖാമൂ, പിന്നെ അതിൽ ഉറച്ചു നിൽക്കണം. ഒരിക്കൽ കിട്ടുക. എത്ര ആളുണ്ട് ഉറച്ചു നിന്ന്? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ട് ഉറച്ചു നിന്ന്? ഖുർആന്റെ ഒരു ആയത്ത് നോക്കിയാൽ മിനല്ലദീന, ശരിക്കും ശ്രദ്ധിച്ചോ? ആർക്കായിട്ട് കിട്ടുക? ഈ പറഞ്ഞ സൗഭാഗ്യം കിട്ടുന്നവരാരാണ്? മിനല്ലദീന ഫറഖൂ ദീനഹും. അവർ അവരുടെ ദീനിനെ തച്ചുടച്ച് തകർത്ത് കളഞ്ഞു. ഖുർആൻ പറയാം. എന്നിട്ട് വകാനൂ ശിയഅൻ, അവർ പല കക്ഷികളായി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. എന്നിട്ട് ഓരോ കക്ഷിക്കാരും അവരുടെ കക്ഷിത്വത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുണ്ട്? സുമ്മസ്തഖാമൂ എന്ന് പറഞ്ഞതിൽ പെട്ട എത്ര ആളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എത്ര സംഘങ്ങളാ നമ്മളെ ദീനിനെ തച്ചുടച്ച് നമ്മളെ പല കക്ഷികളാക്കി ഭിന്നിപ്പിച്ച് നിർത്തിയത്. ഹിന്ദുക്കൾ വന്നിട്ടല്ല, ക്രിസ്ത്യാനികൾ വന്നിട്ടാ? ആണോ? അല്ല, നിരീശ്വരവാദികൾ ആരെന്തുവാ? നമ്മുടെ ദീനിനെ തച്ചുടച്ച് പല കക്ഷികളാക്കി നമ്മളെ മാറ്റിയത് ഏതെങ്കിലും വിഭാഗങ്ങൾ വന്നിട്ടാ? എല്ലാം നമ്മൾ സ്വയം തച്ചുടച്ച് തകർത്ത് കഴിഞ്ഞു.
നമ്മൾ എന്തേലും വിചാരിച്ച് നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ ഒരു ഉറച്ച ആദർശത്തിന്റെ യഥാർത്ഥ ആദർശം ആരെന്നും പറഞ്ഞുണ്ടാക്കിയല്ല. നമ്മുടെ മുമ്പിൽ ഖുർആനും സുന്നത്തുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, നിങ്ങൾക്കിതാ രണ്ട് കാര്യം വിട്ടേച്ചു പോകുന്നു. ലം തളില്ലു, നിങ്ങൾ പിഴച്ചു പോകില്ല. മാ തമസക്തും ബിഹിമ, അത് രണ്ടും മുറുകെ പിടിച്ചാൽ. കിതാബുല്ലാഹി വ സുന്നത്ത് റസൂൽ. നമ്മളെല്ലാരും കിതാബുള്ളയും സുന്നത്ത് റസൂലും പിടിച്ചതാണെങ്കിൽ നമ്മൾ ഒന്നായിരിക്കില്ലേ? എവിടെ ഭിന്നിച്ചു പോയി? സുമ്മസ്തഖാമു, ആകാതെ ആയിപ്പോയത് എങ്ങനെയാണ്? നമ്മൾ ഇന്നല്ലാഹ റബ്ബുനുള്ള, ഇന്നല്ലദീന ഖാലു റബ്ബുനുള്ള, അവർ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ അതിൽ ഉറച്ചു നിലനിർത്തുകയും ചെയ്തവർ, അവർക്കായി പറഞ്ഞ ഈ സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്ക് കിട്ടും? ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇത്? നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മൾ അറിയണ്ടേ? അപ്പാടങ്ങ് മരിച്ചു പോയിട്ടാ മതിയോ? മലക്കുകൾ ആര്യത്ത് വന്നിട്ടായിട്ട് പറയുക, നിങ്ങൾ വ്യസനിക്കണ്ട, ദുഃഖിക്കണ്ട, നിങ്ങൾ സന്തോഷിച്ച് മരിച്ചോളിൽ എന്ന് ആര്യത്ത് വന്നിട്ടാ പറയാ. ഒരാളെ പറ്റി പറഞ്ഞില്ല, ഖുർആന്റെ ഒരായത്ത് ശരിക്കും പഠിച്ചോളി. ഇന്നമാ യഹ്ശല്ലാഹ, ആ വചനം ശരിക്കും ശ്രദ്ധിച്ച. ഇന്നമാ യഹ്ശല്ലാഹ എന്താ അർത്ഥം? മിൻ ഇബാദിയിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ ഉലമാക്കളാകുന്നു. ഇപ്പം നമ്മൾ കൊടുത്ത അർത്ഥം എന്താ? ഇപ്പൊ നിങ്ങൾ വായിച്ചു നോക്കും. ഇപ്പം നമ്മൾ കൊടുത്ത അർത്ഥം എന്താണ്? ഇന്നമാ യഹ്ശല്ലാഹു, തീർച്ചയായും അള്ളാഹു ഭയപ്പെടുന്നത്, നഊദു ബില്ലാഹ്, അള്ളാഹു ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ പണ്ഡിതന്മാരെയാണ്, ഉലമാക്കളെയാണ് അള്ളാഹു ഭയപ്പെടുന്നത്. നഊദു ബില്ലാഹ്. ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല, കാഫറായി പോകും. നമ്മൾ ഖുർആന്റെ അർത്ഥം കൊടുത്താ ഇങ്ങനെ എത്ര ആളുകൾ, അത് ഒരു ദിവസം തന്നെ പറയാം, നമുക്ക് പിന്നീട് പറയാം. ഏതൊക്കെ വചനങ്ങളാണ് ഇങ്ങനെ മാറ്റി തിരിച്ച് ഇത് ഭിന്നിക്കാണ്ട് എന്ത് ചെയ്യാൻ കഴിയാം? ഈ അർത്ഥം നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അള്ളാഹു ഭയപ്പെടുന്നത് പണ്ഡിതന്മാരെയാണ് എന്ന് ഖുർആന്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അള്ളാഹുവിനെ ഭയപ്പെടുന്നത് വിവരമുള്ളവരാകുന്നു എന്നതിന്റെ അർത്ഥം. വിവരമുള്ളവനാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അള്ളാഹിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ആർക്കാണോ വിവരമുള്ളത് ഓനാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ള ആയത്തിൽ അള്ളാഹു ഈ വിവരമുള്ളവരെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അർത്ഥം കൊടുത്താൽ വിശദീകരിച്ച് പറഞ്ഞതാണ്. ഏതൊക്കെ ആയത്തുകളാണ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത് എന്നൊക്കെ ഒരു ദിവസം സംസാരിക്കാൻ ഇൻഷാ. ഇപ്പം പറഞ്ഞു വന്നത് മരണത്തെ പറ്റിയാണ്. മരിച്ചിട്ട് അവിടെ എത്തിയാൽ കിട്ടുന്ന സൗഭാഗ്യത്തെ പറ്റി. ഇനി മറ്റുള്ളവർ മരിക്കുന്നത് ഇൻഷാ അല്ലാഹ്, അവരുടെ മരണരംഗം എങ്ങനെയുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. ഇത് നമ്മൾ മരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. നമ്മളുടെ കൂട്ടത്തിൽ ഈ സൗഭാഗ്യം നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അതവിടെ കിട്ടും, സ്വർഗത്തിൽ കിട്ടും. നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. ഇന്നുള്ള ഭക്ഷണം പിന്നെ 1 കോടി വർഷം കഴിഞ്ഞാലും കിട്ടൂല. ദിവസവും പുതിയ പുതിയ ഭക്ഷണം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കിട്ടാൻ ഈ സൗഭാഗ്യം അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭൂമിയിൽ ഇത് മാത്രം മതി അല്ലാഹുവേ. വേറെ എന്തും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. എന്ത് പൗരത്വം, എന്ത് കുലുമാല് വന്നാലും അല്ലാഹുവേ ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരേ അല്ലാഹുവേ. ഈ പറഞ്ഞ സൗഭാഗ്യം അല്ലാഹുവേ, ഇത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരേ. ഞങ്ങളെ ഇനി കാത്തു രക്ഷിക്കണേ റഹ്മാനായ നാഥ.
അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ-മുഅ്മിനുൽ ജബ്ബാർ അൽ-മുഹൈമിനുൽ ഗഫ്ഫാർ ഗാഫിറുൽ ദംബി ഖാബിലുത് തൗബ ലഹുൽ കിതാബ് വഅലൈഹിൽ ലിസാൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഊസിക്കും വയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാർ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തന്ന അവയവങ്ങൾ, കണ്ണ്, കാത്, കരള്, കിഡ്നി, ഇങ്ങനെ പലതും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പം അകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ ഒരാൾ സഹായം. അയാൾ എന്നോട് പറയാറുണ്ട്, എനിക്കൊന്നും വേണ്ടായിരുന്നു, ഒന്നും വേണ്ട, അടുത്ത് പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിക്കാൻ ഒരു കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കാഴ്ചയില്ല. അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്. നിങ്ങൾ ആരാണോ സലാം കുറ്റിയതിനു ശേഷം ഫസ്റ്റിൽ പോകുന്ന അയാളെ പിടിച്ചിട്ടൊന്ന് വാതിലിൻ്റെ അവിടെ കൊണ്ടാക്കി കൊടുക്കണം. കാരണം അയാൾക്ക് ഒറ്റക്ക് പോകാറില്ല. അയാളെ കയ്യിൽ ബക്കറ്റ് ഉണ്ടാവും, നിങ്ങൾ അയാളെ സഹായിക്കണം. നമ്മുടെ കണ്ണു പോയാൽ, നമ്മുടെ എന്തെങ്കിലും ഒരു അവയവം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ ബേജാറാണ്. അതുപോലെ നമ്മൾ ഭയങ്കരനായിരിക്കും. ഒന്നങ്ങ് പോയി, അത് എത്ര അവയവങ്ങളുണ്ട്, അതിലൊന്നു പോയാൽ പിന്നെ അവിടെ കുടുങ്ങും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന എല്ലാ അവയവങ്ങളും അള്ളാഹുവേ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനായ നാഥ. ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾ, കണ്ണ്, കാത്, കരള്, കിഡ്നി, എല്ലാ സംഗതിയും അള്ളാഹുവേ ഒരു രോഗവും അതിന് വരാതെ, അപകടത്തിൽ അതിന് ആക്സിഡന്റുകളിലും മറ്റും അതിന് അപകടം സംഭവിക്കാതെ ഞങ്ങളുടെ അവയവങ്ങളെ, ഞങ്ങളുടെ എല്ലാവരുടെയും അവയവങ്ങളെ നീ കാത്തു രക്ഷിക്കണ റഹ്മാനായ. നീ തന്ന അവയവത്തോടു കൂടി കേടുപാടുകൾ വരാതെ, രോഗം ബാധിക്കാതെ ഞങ്ങൾ മരിക്കും. ആ അവയവത്തോടു കൂടി മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണ റഹ്മാനായ. അള്ളാഹുവേ രക്ഷിതാവായ, ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്ന റഹ്മാനായ. അള്ളാഹുവേ മുസ്ലിമായി മരിച്ചുപോയ ഒരാളെയും ഈ നരകത്തിൽ നിന്ന് എത്തിക്കരുതേ അള്ളാഹുവേ. അവരെല്ലാം മുസ്ലിമായി ആര് മരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ ഇനി സ്വർഗത്തിൽ എത്തിക്കുന്ന റഹ്മാനായ. അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനായ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും മാറ്റി ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും നീ വർദ്ധിപ്പിച്ചു തരണ റഹ്മാനായ. അള്ളാഹുവേ, വോട്ട് ലിസ്റ്റിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ ഉൾപ്പെടുത്തി തരണ റഹ്മാനായ. ആ വകയിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനായ. ഞങ്ങൾ അതിൽ നിന്ന് പുറത്തായി പോകുന്നതിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണ റഹ്മാനായ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.